അഖില ഭാരത നാരായണീയ മഹോത്സവ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നാരായണീയ പാരായണവും പാലക്കാട് ജില്ലാ സമിതി രൂപീകരണവും നടത്തി. ആചാര്യൻ സതീഷ് അമ്പാടി പാരായണത്തിന് നേതൃത്വം നൽകി. ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ സംസാരിച്ചു. ആ കുരുക്ഷേത്ര യുദ്ധഭൂമിയിലെ കണ്ണൻ അതാരാണ്? ധർമ്മത്തിന് വേണ്ടി നിൽക്കുന്ന ആളാണ്. അവിടെയാണ് കൗരവന്മാരും പാണ്ഡവന്മാരും ഒരുമിച്ച് കൃഷ്ണനെ കാണാൻ ചെല്ലുകയും ഒരാൾ കാൽത്തലയിലും ഒരാൾ തലയ്ക്ക് മുകളിലും ഇരിക്കുകയും ചെയ്തതിനു ശേഷം കൃഷ്ണൻ ഉറങ്ങുകയാണോ? മഹാവിഷ്ണു ഉറങ്ങുകയാണോ? അല്ല, മഹാവിഷ്ണുവിന് എല്ലാം അറിയാം, അല്ലെ? എല്ലാം അറിയുന്ന ഭഗവാൻ ചിരിക്കുകയായിരുന്നു ഉള്ളിൽ. എന്നിട്ട് കൗരവ പ്രമാണിയോട് ചോദിച്ചു, എന്താണ് വേണ്ടത്? കൗരവ പ്രമാണി പറഞ്ഞു, എനിക്ക് അക്ഷൗഹിണിപ്പടകൾ ഉൾപ്പെടെ എല്ലാ പടകളും വേണം, സേനാനായകന്മാരെ മുഴുവൻ വേണം, എനിക്ക് ഈ യുദ്ധത്തിൽ ജയിക്കണം കൃഷ്ണ എന്നാണ് പറഞ്ഞത്. അപ്പൊ കൃഷ്ണൻ തഥാസ്തു എന്ന് പറഞ്ഞു, എല്ലാം കൊടുക്കാൻ തീരുമാനിച്ചു. പാണ്ഡവ പുത്രനോട്, ധർമ്മിഷ്ഠനായിട്ടുള്ള ധർമ്മപുത്രനോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അപ്പൊ അവിടെ പറഞ്ഞു, എന്താണ് പറഞ്ഞത്? ഞങ്ങൾക്കൊന്നും വേണ്ട, അക്ഷൗഹിണിപ്പടയും വേണ്ട, കാലാൾപ്പടയും വേണ്ട, കുതിരയും വേണ്ട, ആനയും വേണ്ട, കൃഷ്ണ പാർത്ഥസാരഥേ അങ്ങ് ഞങ്ങളോടൊപ്പം ആ തേർത്തട്ടിൽ യുദ്ധഭൂമിയിൽ ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞ ആ പഞ്ചപാണ്ഡവന്മാർ കുറച്ചായിരുന്നു. അവരുടെ കൈകളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. വസ്ത്രാക്ഷേപം ചെയ്യപ്പെട്ട പാഞ്ചാലിയുടെ ദുഃഖവും ദുരിതവും ഹൃദയത്തിൽ ആവാഹിച്ചുകൊണ്ട് ആ സ്ത്രീയുടെ വേദന ഉൾക്കരുത്താക്കി മാറ്റിക്കൊണ്ട് ഈ സർവസംഘ പരിത്യാഗത്തിന്റെ സനാതന ധർമ്മത്തിന്റെ ഭൂമിയിൽ ആ കൗരവപ്പടയുടെ മുന്നിൽ പഞ്ചപാണ്ഡവന്മാർ ഉണർന്നെണീറ്റത് സാക്ഷാൽ ഭഗവാന്റെ ദൗത്യം കൊണ്ടാണ്, ചിന്ത കൊണ്ടാണ്. അഖില ഭാരത നാരായണീയ മഹോത്സവ സമിതി ജനറൽ സെക്രട്ടറി ചാമാപ്പറമ്പിൽ ഹരിമേനോൻ, വൈസ് പ്രസിഡന്റ് സി മോഹൻദാസ്, സംഘടനാ സെക്രട്ടറി ഐ.ബി. ശശിധരൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം.ബി. വിജയകുമാർ, സംസ്ഥാന ജനറൽ സെക്രട്ടറി എ.സി. ചെന്താമരാക്ഷൻ, ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ സന്തോഷ്, സെക്രട്ടറി പി.ആർ. കൃഷ്ണൻകുട്ടി, വി.പി. രവീന്ദ്രൻ, പി. കണ്ണൻകുട്ടി, പി. സതീഷ് മേനോൻ എന്നിവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.